എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസേരയിൽ ചെയർ യോഗ ചെയ്യണമെന്ന്. കാരണം പലർക്കും തറയിൽ ഇരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാം. പ്രായം കൊണ്ടല്ല, പ്രായാധിക്യം കൊണ്ടല്ല നമുക്ക് തറയിൽ ഇരിക്കാൻ പറ്റാത്തത്. ചിലർക്ക് കാലുവേദന, മുട്ടുവേദന, ഇപ്പൊ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ എല്ലാവർക്കും വേദനകളൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് വെയിറ്റ് കൊണ്ട്, നമ്മുടെ ഇവിടുത്തെ വണ്ണം കൊണ്ട്, വയറ് കൊണ്ടൊക്കെ തറയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കെല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയുള്ള ചെയറിലിരുന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ജോയിന്റിന്റെയും അതിന്റെ ഫ്ലെക്സിബിലിറ്റിക്കും ഒക്കെ ഉള്ളതാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും യോഗ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമല്ലോ. ചിലർക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്യുന്നത്. സീനിയർ സിറ്റിസണിനൊക്കെ പ്രത്യേകിച്ച് വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, വീണ്ടും ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് കാലിൻ്റെ തന്നെയാണ്. കാലിൻ്റെ ഇപ്പൊ കാല് പൊക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ആദ്യം കാണിക്കുന്നത്. വിരല് 1 2 3 4 5. ഞാൻ ഇതൊരു 5 ചെയ്യുന്നത്, നിങ്ങൾക്കൊരു 20 ടൈംസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുമെങ്കിൽ 1 2 3 4 5. 1 2 3 4 5. ഇതെല്ലാം എണ്ണം കൂട്ടി ചെയ്യണം. പിന്നെ ക്ലോക്ക് വൈസ് 1 2 3 4 5. തിരിച്ച് 1 2 3 4 5. 1 2 3 4 5. 1 2 3 4 5. ഇങ്ങനെ തന്നെ നമുക്ക് പല രീതിയിലും അവരവരുടെ കാലിന്റെ വിരലുകളൊക്കെ എങ്ങനെ അനക്കാൻ പറ്റുന്നു ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പൊ മുട്ടുവേദനയൊക്കെ ഉണ്ട് ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മുട്ടിനെ. എന്നിട്ട് നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കാല് വെക്കുക. 1 2 3 4 5. അതുപോലെ 1 2 3 4 5. പിന്നെ നമുക്ക് ഇത് തന്നെ റൊട്ടേഷൻ ചെയ്യാം. 1 2 3 4 5. പിന്നെ 1 2 3 4 5. അതുപോലെ മറ്റേ കാലം 1 2 3 4 5. ഇനി ആന്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇതെല്ലാം ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ചെയ്യണം. എണ്ണം കൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇനി മുട്ട് 1. ഇപ്പൊ ഇരുന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. 1 2 3 4 5. ഇനി തിരിച്ചു 1 2 3 4 5. ഇനിയാണ് 1 2 3 4 5. അപ്പൊ കാലിനൊക്കെ നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടും. പിന്നെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ കൈ, ഇടത് കൈ വലത് കാലിന്റെ മുട്ടിലും മറ്റേത് കൈയുടെ ബാക്കിലും 1 2 3 4 5. അത് എണ്ണം കൂട്ടി കൂട്ടി നിങ്ങൾ ചെയ്യണം. അപ്പൊ ഇങ്ങനെ കാലിന്റെയൊക്കെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ 1 2 3 4 5. കൂടുതൽ ചെയ്യണം. 1 2 3 4 5. അതുപോലെ തന്നെ കാല് ഒരു സൈഡിലേക്ക് നമ്മൾ ചരിഞ്ഞിരിക്കുക. കൈ ഇങ്ങനെ വെക്കുക, ഈ കാല് ഇങ്ങനെ. ആദ്യം നമ്മൾ കാലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ നേരെ വെക്കുക. ഈ കാലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുക. 1 2 3 4 5. അതുപോലെ തന്നെ തിരിച്ചു വയ്ക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഈ കൈ ബാക്കിലേക്ക് ഇതിങ്ങോട്ട് നല്ല സ്ട്രെച്ച് ചെയ്തപ്പോൾ ബോഡിക്ക് നല്ല സ്ട്രെച്ചിങ് കിട്ടും. 1 2 3 4 5. ഇനി ഒരു കൈ ഹിപ്പിൽ വെക്കുക, ഒരു കൈ ഒരു ശ്വാസം എടുക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നോർമൽ ബ്രീത്തിങ് അവിടെ നിന്ന് ചെയ്യുക. 1 2 3 4 5.
ശ്വാസം എടുത്ത് ശ്വാസം വിടുക. അതുപോലെ ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ട്. നോർമൽ ബ്രീത്തിങ് ആണ് ചെയ്യേണ്ടത്. 1 2 3 4 5. ഇതും നിങ്ങൾ കൂടുതലായിട്ട് ആവർത്തിച്ച് ചെയ്യണം. ഇനി അടുത്തത് ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ഷോൾഡറിന് വളരെ നല്ലതാണ്. 1 2 3 4 5. അതുപോലെ ആന്റി ക്ലോക്ക് വൈസ് 1 2 3 4 5. ഇനി കൈ രണ്ടും വിരൽ മടക്കി കൈ രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുക. നമ്മുടെ എക്സസൈസ് കൊഴുപ്പ് ഒക്കെ മാറാൻ നല്ലതാ. 1 2 3 4 5. 1 2 3 4 5. ഇത് നമ്മൾ ആവർത്തിച്ചായിട്ട് ചെയ്യണം. ഇനി കൈ നന്നായിട്ട് നന്നായിട്ട് കൈ തീർത്തുക, നന്നായിട്ട് റൊട്ടേഷൻ ചെയ്യുക. അത് നമുക്ക് എണ്ണ ഒന്നുമില്ല, എത്ര സമയം വേണമെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് കാൽ ഇങ്ങനെ വെക്കുക. ഒരു കൈ കൊണ്ട് കാലിൻ്റെ ഇത് ഞാൻ ഉപ്പൂറ്റി വേദനയ്ക്കുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്തുള്ളതാണ്. ഒരു കൈ കൊണ്ട് നമ്മൾ ഇവിടെ പിടിക്കുക, കൊണ്ട് വിരലിനെ നന്നായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. ഇത് ഉപ്പൂറ്റി വേദനയുള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. കാലിന്റെ വെള്ളയുടെ പത്തിയിൽ നമുക്ക് അതിരാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. ഇവിടെ ഒരു കൈ കൊണ്ട് പിടിക്കുക. ഇതൊക്കെ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും. മുട്ടുവേദനയൊക്കെ ഉള്ളവർക്കും ഇത് നല്ലതാണ്. ഇവിടെ നല്ല ഫ്ലൂയിഡൊക്കെ ഉണ്ടാവാൻ വളരെ നല്ലതാണ്. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട്. ഇനി അടുത്ത കാലത്ത് വയ്ക്കുക. ഇതേപോലെ തന്നെ ചെയ്യാം. കാലിൻ്റെ ഇവിടെ പിടിക്കുക. ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. ആദ്യം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം, പിന്നെ ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ്. അതുപോലെ തന്നെ കാലിന്റെ വെള്ളയിലേക്ക് വിരൽ വെച്ച് ഇങ്ങനെ ഇങ്ങോട്ടും ആക്കണം. ഇത് ഉപ്പൂറ്റി വേദനയ്ക്ക് ഭയങ്കര നല്ലതാണ്. ഇവിടെ നമുക്ക് ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മുടെ ഉപ്പൂറ്റിക്ക് വേദന എടുക്കുന്നത്. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. ശ്വാസം എടുക്കുക, ശ്വാസം വിടുക. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഹിപ്പിനൊക്കെ വളരെ നല്ലതാണ്. മറ്റേ കാലും ചെയ്യാം. ഒരു കാലെടുത്ത് മുന്നോട്ട് വയ്ക്കുക. നമ്മൾ സൂര്യ നമസ്കാരം നിന്നുകൊണ്ട് ചെയ്യത്തില്ലേ, അപ്പൊ ഇരിക്കുന്നവർക്ക് ഒരു ചെറിയ രീതിയിൽ അതിലൊരു സ്റ്റെപ്പ് കാണിച്ചു തന്നെയുള്ള. ശ്വാസം എടുത്തുകൊണ്ട് കൈ ബാക്കിലേക്ക് ഉയർത്തുക, ശ്വാസം വിട്ട് കൈ താഴെ കൊണ്ടുവരിക. ചിലപ്പം നിങ്ങൾക്ക് താഴോട്ട് ചിലപ്പം വരത്തില്ല, ചിലപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥത കാണും. അപ്പൊ ഇവിടെ വേണമെങ്കിൽ പിടിക്കാം, അല്ലാത്തവർ ഇവിടെ നിന്നുകൊണ്ട് നോർമൽ ബ്രീത്തിങ് ചെയ്യാം. 1 2 3 4 5. ഇൻഹേൽ, ശ്വാസം എടുക്കുക. പിന്നെ അടുത്ത കാലം അത് കണക്ക് ശ്വാസം വിട്ട് താഴ്ത്തുക. ഇനി അടുത്ത കാലം ഇതേപോലെ ഉയർത്തുക, മുന്നിലോട്ട് വയ്ക്കുക, ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് നോർമൽ ബ്രീത്തിങ്. 1 2 3 4 5. അഥവാ ഇത്രയേ പറ്റുന്നുള്ളെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. പിന്നെ തിരിച്ചു പോരും ഇങ്ങനെ ചെയ്യാം. ഇപ്പം ചെയ്തത് നിങ്ങൾക്ക് ആവർത്തിച്ച് 2 കാലും മാറി മാറി ചെയ്യാം. ഇനി ഞങ്ങൾ ഇവിടെ നമ്മൾ ചാടുന്ന പോലെ ഓരോ കാലും 1 2 ഇങ്ങനെ ഓരോ കാലും. ആദ്യം സ്പീഡ് കുറച്ച് ചെയ്യുക, പിന്നെ നല്ലവണ്ണം സ്പീഡ് കൂട്ടി ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യാവുന്നവർക്ക് ഇങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ കൈ ഇവിടെ പിടിക്കുക. കണ്ടോ, ഇത് വയറ് കുറയാൻ നല്ലതാണ്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയറ് ഉള്ളിലോട്ട് വലിച്ചു വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ട് വയർ ഉള്ളിലേക്ക് വലിച്ചിട്ട് ചെയ്യുന്ന നമ്മുടെ അടിവയറ് കുറയാൻ വളരെ നല്ലതാണ്. 1 2 3 4 5. 1 2 3 4 5. ഇതൊരു 10-20 പ്രാവശ്യമൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ലതാണ്.
ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാം, നമ്മുടെ നെക്കിൻ്റെ കാണിച്ചു തരാം. നെക്കിൻ്റെ ഒക്കെ മുന്നേ നല്ല വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. നെക്ക് താഴോട്ട് വളരെ സാവധാനം ബാക്കിലേക്ക്, അപ്പ് ഡൗൺ അപ്പ് ഡൗൺ. ഒന്ന് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. അപ്പ് 1 2 3 4 5. സെന്റർ. റൈറ്റ് ഷോൾഡർ, ഷോൾഡർ ഉയർത്തരുത്, നേരെ. റൈറ്റ് സെന്റർ, ലെഫ്റ്റ് സെന്റർ, റൈറ്റ് സെന്റർ, ലെഫ്റ്റ് സെന്റർ, റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. സെന്റർ, ലെഫ്റ്റ് 1 2 3 4 5. സെന്റർ. ഇനി റൈറ്റ് ഷോൾഡറിന്റെ ബാക്കിലേക്ക്, കഴുത്ത് മാത്രം. സെന്റർ, ലെഫ്റ്റ് ബാക്കിലേക്ക്, സെന്റർ, റൈറ്റ് സെന്റർ, ലെഫ്റ്റ് സെന്റർ, റൈറ്റ്. ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. സെന്റർ, ലെഫ്റ്റ് 1 2 3 4 5. സെന്റർ. ഇത്രയും ചെയ്താൽ മതി. റൊട്ടേഷൻ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇയർ ബാലൻസിങ് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് റൊട്ടേഷൻ ചെയ്താൽ അത് കൂടും, നമുക്കറിയാൻ പറ്റത്തില്ല. ഇത്രയൊക്കെ നിങ്ങൾ ഡെയിലി ചെയ്യുക. അതിനുശേഷം കണ്ണടച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക. രണ്ട് പുരികങ്ങളുടെയും മധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് എന്താണോ അവിടെ കാണുന്നത്, ഒരു പ്രകാശത്തെ നമുക്ക് കാണാൻ ശ്രമിക്കുക. അതെന്റെ ശരീരമാസകലം വന്ന് നിറയുന്നതായി സങ്കല്പിക്കുക. എൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുകയാണ്. ഐ ആം ഹെൽത്തി, ഐ ആം ഹെൽത്തി. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഐ ആം സ്ട്രോങ്, ഐ ആം സ്ട്രോങ്. എന്തിനേയും തരണം ചെയ്യുവാനുള്ളൊരു ശക്തി എന്നിലുണ്ട്. ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി. ഞാൻ പൂർണ്ണമായും സന്തോഷവതിയാണ്, സന്തോഷവാനാണ്. യെസ്, ഐ ആം ഓക്കെ, ഐ ആം ഓക്കെ. ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻ കൊടുത്ത് കൈ നന്നായിട്ട് കൂട്ടിത്തിരുമ്മി, കൈവെള്ള കൂട്ടിത്തിരുമ്മി, കണ്ണിന് ചൂട് കൊടുക്കുക. വീണ്ടും കവിളിന്, കഴുത്തിന്. സാവധാനം കണ്ണുകൾ തുറക്കുക. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുക. എല്ലാം ചെയ്ത് കഴിയുമ്പോഴും തുടങ്ങുമ്പോഴും നമുക്ക് ഈ പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കാം. പിന്നെ കണ്ണടച്ച് നിങ്ങൾക്ക് ധ്യാനിക്കാം. പല പല വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കി നിങ്ങൾ ചെയ്യുക. ഇതെല്ലാ പ്രായക്കാർക്കും പറ്റും. ഇപ്പൊ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു, ഞാനൊരു സീനിയർ സിറ്റിസന്റെ വീഡിയോ ഇട്ടായിരുന്നു, ഒറ്റപ്പെടലിന്റെ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നെ വിളിച്ചു. അപ്പൊ അവരൊക്കെ ചോദിച്ചു, അതിനകത്ത് ഞാൻ യോഗയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ഇരിക്കാൻ തറയിലൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ ചെയറിലിരിക്കുന്നവരെണ്ണം പറഞ്ഞു തരാൻ പറഞ്ഞു. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഇപ്പൊ വീഡിയോ ചെയ്തത്. അവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന വീഡിയോ ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് കാണണം, ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം. എല്ലാം വളരെ ലഘുവായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. മിക്കവരും ലൈക്ക് ചെയ്യത്തില്ല. ഒരു വീഡിയോ കണ്ടാൽ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഒരു ലൈക്ക് കൊടുക്കണം. അത് എനിക്ക് തരുന്നൊരു സപ്പോർട്ടാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നിങ്ങളിത് അയച്ചു കൊടുക്കുക, സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇത് ഉപകാരമാവും. അതുപോലെ തന്നെ എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾക്ക് അംഗമാകാം, അതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചെറിയ വീഡിയോകളും ക്ലാസ്സുകളും ഒക്കെ അതിന് ഞാൻ വയ്ക്കും. അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.